out from my window. Sun's coming up like the day before. You're like a stone on my pillow. I don't make a sound when I shut the door. Hello dears, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളൊരു പുതിയ വീട്ടിലാണെന്ന് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ പുതിയ വീടാണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ഇത് എൻ്റെ വീടല്ല, എൻ്റെ ബ്രദറിൻ്റെ വീടാണ്. എൻ്റെ നാത്തൂനെ വിളിക്കാൻ ഞാൻ വീഡിയോയിലേക്ക് കമോൺ. അപ്പോൾ ഇതാണ് നമിത, എൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫാണ്. ഞാൻ താമസിക്കുന്ന സെയിം ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇവര്, വേറൊരു ടവറിൽ. അപ്പോൾ ആ കഥകളും ഇവിടെ വരാനുണ്ടായ കഥകളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. നമുക്ക് കാര്യങ്ങളൊക്കെ വേണ്ട അടുത്ത് അതൊക്കെ അച്ഛനെ വിളിച്ചതാണ്. അപ്പൊ ഞാൻ പരിചയപ്പെടുത്തത് ഗൃഹനാഥനെയൊക്കെ പരിചയപ്പെടുത്തി തരാം. ഗൃഹനാഥൻ കുറച്ച് ബിസി ആയിട്ട് ഓഫീസിലൊക്കെ പോയിരിക്കാണ്. കോഫി റെഡി. താങ്ക് യു ഡാർലിംഗ്. ഒരു കണക്കിന് ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ, എന്തൊരു സമാധാനമാണ് ഇവിടെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും ഉള്ളത് എന്ന്. അതായത് ഇവളുടെ ഹസ്ബൻഡ് അച്ചു എന്ന് പറയുന്ന നിതിൻ എന്നാണ് പേര്. അപ്പൊ ആള് എൻ്റെ കസിൻ ബ്രദർ ആണ്, എൻ്റെ ഇളയമ്മയുടെ മോനായിട്ട് വരും. ഞങ്ങള് എല്ലാവരും കാഞ്ഞങ്ങാട് നിന്നാണ്, കാസർഗോഡ് കാഞ്ഞങ്ങാട്. അവിടെ തന്നെ ചെമ്മട്ടം വയൽ എന്ന് പറയും. നിങ്ങൾ എൻ്റെ വീടൊക്കെ കണ്ടില്ല, അതിന്റെ തൊട്ടടുത്താണ്. അച്ചു ഇവിടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാണ്, നമി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു മോളാണ്, ആമിക്കുട്ടി, അവന്തിക. നമ്മൾ ആമി എന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് പേര് കിട്ടില്ല. അതെ, ആരുമുട്ടന്റെ സ്വന്തം ആമി ചേച്ചി ഇപ്പൊ നാട്ടിലാണ്. ആമി ഇനി എത്ര ക്ലാസ്സിലേക്കാ? ആമി 1ാം ക്ലാസ്സിലേക്കായി. ആമി ഇനി 1ാം ക്ലാസ്സിലേക്കായി. ചുറ്റുപാട് ഇങ്ങനെ നടന്നേനെ നോക്കിട്ട്. ചേച്ചി, പിന്നെ ഞാൻ ഈ നൈറ്റ് ഷിഫ്റ്റ് അല്ലേ ചെയ്യുന്നേ. അപ്പൊ എനിക്ക് ഭയങ്കര സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ തടിയും എല്ലാം അതിന്റെ ഭാഗമാണ്. അപ്പോൾ കുറച്ച് സ്പോട്സ് കാണും, മറ്റേ പിഗ്മെന്റേഷനും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. എന്തെങ്കിലും സൊല്യൂഷനാ? യെസ്. ഓക്കെ, എൻ്റെ ബാഗിൽ ഒരു സാധനം ഞാൻ കാണിച്ചു തരാമേ. ഈ ഡാർക്ക് സ്പോട്സിന്റെ പ്രോബ്ലം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ ഈ ഷൂട്ടിന്റെ സമയത്ത് സൺ എക്സ്പോഷർ നല്ലോണം കൊള്ളുമായിരുന്നു. ദ എൻറ്റയർ ഡേ വെയിലത്ത് നിന്നിട്ട് ഷൂട്ട് ചെയ്ത്, അതുപോലെ തന്നെ സ്റ്റുഡിയോന്റെ അകത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ലൈറ്റ്സ് ഇങ്ങനെ വെച്ചിട്ട് ഫേസിൽ തന്നെ അടിക്കുന്ന സമയത്ത് അതും ഈ ഡാർക്ക് സ്പോട്സ് പിഗ്മെന്റേഷൻ തുടങ്ങിയ ഇഷ്യൂസിന് കാരണമാകും. ഷൂട്ടും വർക്കും എല്ലാം കൂടെ ചില സമയത്ത് സ്കിൻ കെയർ ചെയ്യാനും പ്രോപ്പറായിട്ട് സമയം കിട്ടില്ല. പക്ഷേ സ്കിൻ കെയർ ഒക്കെ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കിൻ നല്ലോണം ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ ഇനം വെള്ളം കുടിച്ചില്ലെങ്കിലൊക്കെ നമ്മുടെ സ്കിന്നിൽ ഡാമേജസ് ഒക്കെ ഉണ്ടായിട്ട് ഡാർക്ക് സ്പോട്ട് പിഗ്മെന്റേഷൻ തുടങ്ങിയ ഇഷ്യൂസിലേക്ക് അത് ലീഡ് ചെയ്യാൻ കാരണമാവും. ആൻഡ് ഐ ഹാവ് ബീൻ യൂസിങ് ദിസ് അമേസിംഗ് പ്രൊഡക്റ്റ്, ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം. ശരിക്കും ഇതൊരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു എന്റെ സ്കിന്നിന്. ദിസ് സിറം ഇസ് പാക്ഡ് വിത്ത് 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ടർമറിക്, 10% ഗ്ലൈക്കോളിക് ആസിഡ് ആൻഡ് 2% നയാസിനമൈഡ്. ഇത് നേച്ചറിന്റെയും സയൻസിന്റെയും ദ പെർഫെക്റ്റ് ബ്ലെൻഡ് ആണ് ടു ടാക്കിൾ ഡാർക്ക് സ്പോട്സ് ഇഫക്റ്റീവ്ലി. ഇനി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്ന കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. സൂപ്പർ ഈസിയാണ്. ജസ്റ്റ് അപ്ലൈ 2-3 ഡ്രോപ്സ് ഓഫ് ദ സിറം ഓൺ യുവർ ഫേസ് ആൻഡ് നെക്ക് ട്വൈസ് എ ഡേ. നല്ല ജെന്റിൽ ആയിട്ട് അപ്വേർഡ് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക അണ്ടിൽ ഇറ്റ് ഇസ് ഫുള്ളി അബ്സോർബ്. അത് കഴിഞ്ഞ് സൺസ്ക്രീൻ ഇടാൻ മറക്കണ്ട കേട്ടോ, എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ ഡേ. ബെസ്റ്റ് തിങ് എന്താണെന്നറിയോ? 7 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു സിറം ഡാർക്ക് സ്പോട്സ് വിസിബിളി റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പ്ലസ് ഇത് ഡൾനെസ് റെഡ്യൂസ് ചെയ്തിട്ട് സ്കിൻ റേഡിയൻസ് ബൂസ്റ്റ് ചെയ്യും വിത്ത് 100x ടർമറിക് എക്സ്ട്രാക്ട്. സ്വരാസ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ദാറ്റ് retains turmeric's active ingredients to its full potential. ഇപ്പൊ ഇത് കൊള്ളാലോ, ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ആഹാ, ഇത് എന്റേതാണ്. ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക എന്നിവയിൽ അവൈലബിൾ ആണ്. കൂടാതെ ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും കിട്ടും. പിന്നെ ആമസോണിൽ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് 30% ഓഫർ കൂടെ അവൈലബിൾ ആണ്. അപ്പൊ ഇന്ന് തന്നെ പോയിട്ട് വാങ്ങിച്ചോട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഹോം ടൂർ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കമോൺ. ഹലോ, വെൽക്കം ഹോം. അയ്യോ പാവം, എന്തൊരു മാന്യ, വളരെ നല്ല കുട്ടിയാണ് ഗൈസ്. അപ്പൊ വന്ന് കയറുമ്പോ അതെ ഇത്രയും നല്ലൊരു ഹാളാണ് ഇവിടെ കിടക്കുന്നത്. വന്ന് കയറുമ്പോ തന്നെ മെയിൻ എൻട്രൻസിലേക്ക് ഫേസ് ചെയ്തിട്ട് പൂജ ആണ്. ഒന്നുമില്ല, നമ്മളെല്ലാരും അച്ഛനമ്മയെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് കിഴക്കോട്ട് തിരിച്ചു വെക്കണം എന്ന് പറഞ്ഞു. ഈ കളർ കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വൈറ്റ് ആൻഡ് ഗ്രേ. ഇവരുടെ ഹാളിൽ ഈ ഒരു കളർ പാറ്റേണും പിടിച്ചിരിക്കുന്ന മോർ വൈറ്റ് ആണ് അല്ലേ? പിന്നെ ഈ ഒരു ഏരിയയിൽ ഇത് വലിയൊരു ഹാളാണ് കേട്ടോ ഫ്രണ്ടിലുള്ളത്. ഇനി ഇപ്പഴത്തേക്ക് പോയാലേ കമണ്ട്ര. ഇവിടെ ഉള്ളത് ഈ ഹാളിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ ഭാഗത്തേക്ക്. അതായത് നിങ്ങൾ വിചാരിക്കും ഇത് ഞങ്ങളുടെ ഫ്ലാറ്റ് തന്നെയാണ്, അതായത് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ അതേ മോഡലാണ്. പക്ഷെ ഇത് അവര് റീവാമ്പ് ചെയ്തു എന്ന്, അതായത് എല്ലാം ഒന്ന് ഭിത്തിയൊക്കെ പൊളിച്ച് കളഞ്ഞ് ഇതിന്റെ മുഖം കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്.
ഒരു കണക്കിന് എനിക്ക് തോന്നുന്നത് നല്ലതാണ്, കാരണം ആ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ആ ഫീൽ അങ്ങ് മാറി അല്ലേ. അത് മാത്രമല്ല നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ബാൽക്കണിയിൽ നിന്നിട്ട് നമുക്കൊന്നും കാണാനില്ല. അപ്പൊ നമ്മൾ ഈ ബാൽക്കണി അങ്ങ് തട്ടി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇതിൽ ആ ബീം പോകുന്നത്. അപ്പൊ അത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മളത് തട്ടിക്കളഞ്ഞു. പക്ഷെ ഇവിടെ നമ്മളൊരു അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റ് പോലെ ഇതേ ഇത്രയേ ഉള്ളൂ അവിടെ സ്ലൈഡിങ് വരുന്നത്. ഇത് മൊത്തം ബാൽക്കണിയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ബാൽക്കണി ഓർമ്മയില്ലേ? അതുപോലത്തെ ഒരു ബാൽക്കണിയാണ്. പക്ഷെ ഈ മിടുക്കന്മാര് ആദ്യം തന്നെ ഇതങ്ങ് തട്ടി സെറ്റാക്കി. അപ്പം ഇവർക്ക് ഇത്രയും ഒരു ഏരിയ ഇങ്ങനെ കിട്ടി. സാധാരണ ഇവിടെ ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ ഒരു ഏരിയ കിട്ടില്ല. ഇതൊരു നല്ല സാധനമാണ് കേട്ടോ. പിന്നെ ലൈറ്റിങ്ങിന്റെ കാര്യമാണ്. കംപ്ലീറ്റ് എന്താ പറയാ, സ്പോട്ട് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. അതിന് എന്താ പറയാ, പ്രൊഫൈൽ ലൈറ്റ്. സ്പോട്ട് ലൈറ്റ്സ് അല്ല, ആർട്ടിഫിഷ്യൽ ഇത് ചെയ്തിട്ട് ഇതിന്റെ ഒരു പേരുണ്ട് കേട്ടോ, മറന്നുപോയി. ഇതിന്റെ പുറകെ കുറെ സീലിംഗ്. ഇത് ജിപ്സം സീലിംഗ് ഫോൾ സീലിംഗ്. നമ്മളത് ചെയ്തിട്ടില്ല, നമുക്ക് അതിനൊന്നുള്ള ഫണ്ട് ഒന്നും ഇല്ലായിരുന്നു. അപ്പം അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ അതൊക്കെ ചെയ്തിട്ട് അതൊരു ഓവറോൾ ലുക്കിനെ ശരിക്കും എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ലൈറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വീട്ടില്. ഹാളിൽ ഇതേ ടി വി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ ഒരു ബുദ്ധ ഉണ്ട്. ഇത്രയും വലിയ ബുദ്ധ എവിടെ നിന്ന് മേടിച്ചതാ? ഇത് നമ്മുടെ എടപ്പള്ളി പള്ളിയില്ലേ, പള്ളിയുടെ മുന്നിൽ കുറെ ചട്ടിയും ഇങ്ങനെ മൺപാത്രങ്ങൾ വെക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. അവിടെ എക്സ്പെൻസീവ് ആണോ? അല്ല, സാധാരണ ബുദ്ധനാണ്. അതെയോ? സാധാരണക്കാർക്ക് പറ്റുള്ള സാധാരണ ബുദ്ധൻ. പിന്നെ ഇവിടെ ഇങ്ങനെ സ്റ്റോറേജ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും എല്ലാ സ്ഥലത്തും ഇനഫ് ആൻഡ് മോർ സ്റ്റോറേജ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അതൊരു അടിപൊളി കാര്യമാണ്. ഇവിടെ ഒരു കപ്പോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു വാർഡ്രോബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിറയെ ട്രോഫികളുണ്ട്. ഇതെല്ലാം നമിമോളുടെ ട്രോഫിയാന്ന് തോന്നുന്നു. നിന്റെ അല്ലേ? നമി നല്ലൊരു സിംഗർ കൂടിയാണ്. നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും. പിന്നെ കുട്ടി വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല ഈ സോഫയില് ഒക്കെ പിടിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു നല്ല ആർട്ടിസ്റ്റ് ആണ്. നല്ലോണം ഡാൻസ് ചെയ്യും. അതൊക്കെ ഞാൻ അവിടെ പോയിരുന്നിട്ട് പറയാം. അതിന് മുമ്പ് ഏതാ നമ്മുടെ ട്രോഫി മെഡലൊക്കെ കിട്ടിയ കുട്ടി. ഇത് അമ്മയുടെ, ഇത് കുഞ്ഞിന്റെ ആണ്. ഇനിയിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഡൈനിങ് ഹാളാണ്. പിന്നെ ഇവിടെ ഇവരിങ്ങനെ ഒരു സാധനം വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇതും നല്ല ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഇതൊക്കെ മാറ്റിയിട്ട് ഫുൾ പ്ലാന്റ്സ് വെക്കാം. അതെ അതെ. അപ്പൊ എന്തായാലും അത് വെക്കുന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന് സഹായിക്കണം. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൽ റിസർച്ച് നടത്തുന്ന ആളാണ് കുക്കു ചേച്ചി. അപ്പൊ എന്റെ ഓരോ പ്ലാന്റ്സ് നമ്മള് കുക്കുവൊക്കെ ഞാൻ പുറത്തുനിന്ന് ഒരു ചെടി ഇവിടെ കാണാണ്ട് പറിച്ച് ചട്ടിയിലാക്കിയിട്ട് ഇവിടെ കൊണ്ടു കൊടുക്കും. സന്തോഷം. എന്നാ പിന്നെ എനിക്ക് പണിയെടുക്കണ്ട. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്ത ഈ ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് എപ്പോഴും പറയും ഇവിടെ. അത് നിതിൻ വളരെ പർട്ടിക്കുലർ ആയിരുന്നു ഇങ്ങനത്തെ ലൈറ്റ്സിന്റെ കാര്യത്തില്. നിതിൻ എന്ന് പറഞ്ഞ അച്ചോട്ടൻ. പിന്നെ ഇവിടെ വെച്ച ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ ഗൈസ്, ഈ ഒരു സ്പേസിന് വളരെയധികം കോംപ്ലിമെന്റ് ചെയ്യുന്ന, ഒതുങ്ങി നിൽക്കുന്ന ചെറിയ ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 4 പേർക്ക് സുഖമായിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. പിന്നെ നമ്മുടെ വീട്ടിലൊരു ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒരു ചെറിയ യെല്ലോ ചെയേഴ്സ് ഒക്കെ ഉള്ള ഡൈനിങ് ടേബിൾ. ഇതും ഒരു സ്ഥലത്ത് നിന്നാണ് മേടിച്ചത്. കാരണം അച്ചു മേടിച്ചിട്ട് പിന്നെ ഞാൻ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചാണ്. പക്ഷെ ഞങ്ങളുടെ കസേരൻ്റെ അടിയിലൊക്കെ കീറി തുടങ്ങി. സാരല്ല, വിഷമിക്കണ്ട, സാരല്ല. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോയാലോ? യെസ്. ഓക്കെ, ഇതാണ് കിച്ചൺ ഏരിയ. പക്ഷെ ഒരു മേജർ ഡിഫറൻസ് നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ തന്നെ പറഞ്ഞുതരാം. നമ്മളുടെ കിച്ചണിലാണെങ്കിൽ ഇവിടെ ഒരു ബാർ കൗണ്ടർ വരുന്നുണ്ട്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ഒരു ചെറിയൊരു സാധനം. അതിൻ്റെ അപ്പുറത്താണ് കിച്ചൺ. ഇവര് രണ്ടുപേരും കൂടി അതങ്ങ് പൊളിച്ചു മാറ്റി. ഇവിടുത്തെ നിങ്ങൾ ഇവിടെ വേറെന്താ പൊളിച്ചത്? ഒരു ഭിത്തി ഉണ്ടായിരുന്നല്ലേ? ഇല്ല, അത് ആ ഭിത്തി തന്നെയാണ്. നമുക്ക് ഇതും കുറച്ചും കൂടി നീളം ഉണ്ടായിരുന്നു നിങ്ങളെക്കാളും. കുറച്ചുകൂടി വലിപ്പമുണ്ട് ഇവരുടെ ഫ്ലാറ്റ് ഞങ്ങളുടേതിനെക്കാളും. ചെറിയ വലിപ്പമാണെങ്കിലും പക്ഷെ അത് വിസിബിളി എല്ലാം കൂടി വരുമ്പോൾ കുറച്ചധികം വലിപ്പമുണ്ട്. പറ്റിച്ചു ഞങ്ങളെ. ഈ ടവറായിരുന്നു ഇവിടെ ലാസ്റ്റ് ബിൽഡ് ചെയ്തത് തോന്നുന്നു. അപ്പൊ അതിൽ ചെറിയൊരു ഇത്രയോ മീറ്റേഴ്സിന്റെ എല്ലാ ടവറും ബിൽഡ് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കുറച്ച് സ്ഥലം കുട്ടിയേക്കാന്ന്. അതെന്ത് പരിപാടിയാണോ? ഓക്കെ. അപ്പൊ ഈ ബാർ കൗണ്ടർ ഇത്ര നല്ല ലെങ്ത്തിൽ ഉണ്ടായിരുന്നു, ചെറിയൊരു പാസേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അപ്പൊ അത് നമ്മൾ എടുത്തു. കാരണം അച്ചോട്ടൻ പറയും നമ്മൾ എല്ലാരും ഒരുമിച്ച് തന്നെയല്ലേ ഇതിന് ഓപ്പൺനെസ്. സാധാരണ ഒരാൾ കിച്ചണില് അതങ്ങ് ക്ലോസ് ചെയ്തു, ബാക്കിയുള്ള സുഖമായിട്ട് ഇവിടെ നിന്ന് വർത്താനം. അതൊന്നും എന്റെ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, എപ്പോഴും ഇത് വൃത്തിയായി കിടക്കണം. അത് വളരെ നല്ല കാര്യമാണ്. ഓപ്പൺ കിച്ചൺ ചെയ്യുന്നതിന്റെ വേറൊരു നല്ലൊരു കാര്യം, വാരി വെച്ചിട്ട് ഇടാൻ പറ്റില്ല. നമ്മളെപ്പോഴും ക്ലീൻ ആയിരിക്കും. അതൊരു നല്ലൊരു കാര്യമാണ്.
പിന്നെ കിച്ചൺ കബോർഡ്സ് ഒക്കെ നല്ല കളർ കോംബോയിൽ ചെയ്തിട്ടുണ്ട് ഇവര്. ഗ്രേ ആൻഡ് വൈറ്റ് ആണ്. എന്തെങ്കിലും കളർ റെഫറൻസ് എന്തെങ്കിലും എടുത്തിട്ടാണോ ഈ കിച്ചന്റെ കബോർഡ്സും സാധനങ്ങളൊക്കെ ചെയ്തത്? ഉണ്ട് ചേച്ചി. നമ്മള് പിൻട്രസ്റ്റ് ഇല്ലേ, നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് യൂറോപ്യൻ ടച്ചുള്ള വീടുകളൊക്കെ ഇല്ലേ, അതൊക്കെ വൈറ്റും മറ്റേ പ്യുവർ വൈറ്റ് ഒക്കെ നമുക്ക് പണിയാ, അത് നമുക്കറിയാം. പക്ഷെ എന്നാലും ചെറിയൊരു വേരിയേഷൻസ് കൊണ്ടുവരാവുന്ന മൈൽഡ് കളേഴ്സ് ഒന്നും കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പൊ മൈൽഡിൽ പോകുമ്പോൾ ഞാൻ മിന്റ് ഗ്രീൻ നോക്കിയിരുന്നു അങ്ങനെ. പക്ഷെ എന്നാലും മിന്റ് ഗ്രീനൊക്കെയും പോയത് ഈ ടൈല് നോക്കുമ്പോഴാണ് ഗ്രേയിലേക്ക് വീണത്. പിന്നെ ഗ്രേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ എന്നുള്ള രീതിയിൽ അങ്ങനെ നല്ലതാ. കാരണം ഈ കിച്ചൺ സ്റ്റാൻഡ് വരുന്നതും കിച്ചൺ ടോപ്പ് വരുന്നതും ഗ്രേ കളറാണ്. അത് ഞാൻ വളരെ റെയർ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. കാരണം ഒന്നുകിൽ ആൾക്കാർ ബ്ലാക്ക് പിടിക്കും, ഇല്ലെങ്കിൽ എനിക്ക് വുഡൻ വേണം പുതിയ വീട്ടില്. അതെ അതെ എന്റെ ചൂട് അവിടെ മോളെ എന്റെ പിൻട്രസ്റ്റ് മൊത്തം ഒരു വില്ലയുടെ റെഫറൻസ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഐ കാൻറ്റ് വെയിറ്റ് മൈ ഗേൾസ് എന്റെ പുതിയ ഒരു വില്ല ഇങ്ങനെ ഒന്നും കൂടി ഡെക്കോർ ചെയ്യാൻ. എത്രയും പെട്ടെന്ന് നടക്കട്ടെ. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇവിടെ കുറച്ച് തുണി ഉണങ്ങാനൊക്കെ ഇടുന്ന ഒരു ലോണ്ടറി ഏരിയ പോലെ സ്ഥലമുണ്ട്. അവിടെയാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്, ജസ്റ്റ് ലൈക്ക് നമ്മളുടെ വീട് പോലെ. പിന്നെ ഇവിടെ ഒരു പാൻട്രി ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും അകത്ത് ഒതുങ്ങാൻ പോലെ വളരെ ഭംഗിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെയാണ് ഫ്രിഡ്ജ് വരുന്നത്. അപ്പം ഇനി ഭാവിയിൽ ഒരു അപ്ഗ്രഡേഷൻ ഉള്ള സ്ഥലമുണ്ട്. അതോ വലിയൊരു ഫ്രിഡ്ജ്. ഈ ഫ്രിഡ്ജ് നമ്മുടെ സ്വന്തം സഹചാരിയാണ്, പഴയ ഫ്രിഡ്ജ് തന്നെയാണ്. ഇങ്ങോട്ടേക്ക് മേ ബി ഇൻ ഫ്യൂച്ചർ റീപ്ലേസ് ചെയ്യാനുള്ള സ്പേസ് അവർ വെച്ചിട്ടുണ്ട്. അത് അടിപൊളി കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റൂമിലേക്ക് പോവാം അല്ലേ? അപ്പൊ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശരിക്കും കിച്ചൺ ഡൈനിങ് ഹാൾ ഈ ഏരിയയിൽ കുറെ അധികം സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 3 ചെയറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു വാഷ് ബേസിൻ ഏരിയ വരും. ഈ വീട്ടിൽ എൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ് ഇത്. എന്താണെന്നറിയോ, എനിക്ക് ഇവിടെ തൂക്കിയ ഈ ലൈറ്റ് എന്തൊരു ഇഷ്ടാന്നറിയോ. എനിക്കും വേണം അത്. അത് എവിടുന്ന് മേടിച്ചാ? അത് അച്ചോട്ടന്റെ ഫ്രണ്ട് വഴിയാണ് വന്നത്. അത് പ്യുവർലി അച്ചോട്ടൻ റിലേറ്റഡ് ആയ ഒരു സാധനമാണ്. ഞാനത് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. എനിക്കും ഭയങ്കര ഒരു വിന്റേജ് സ്റ്റൈൽ അല്ലേ? വിന്റേജ് ക്യൂട്ട്നെസ് എല്ലാം ഉണ്ട് അതില്. എനിക്ക് വേറെ നോക്കി ഞാൻ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ചിലപ്പോൾ എവിടെയെങ്കിലും എത്തും. എനിക്കൊരു ലൈറ്റ് മതിയെന്ന്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു വാഷ് ബേസിൻ ഏരിയ വരുന്നത്. നല്ല വിശാലമായിട്ടുള്ള ഒരു വാഷ് ബേസിൻ ഏരിയ ഉണ്ട്. ബിക്കോസ് എല്ലാ ഫ്ലാറ്റിലും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഈ ഒരു ഏരിയ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പൊ അത് ഇവിടെ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ ഓഫീസ് റൂമിലാണ് തൊട്ട് പിന്നിലുള്ളത്. അതിന്റെ വാഷ്റൂമിന്റെ സ്പേസ് അങ്ങ് തട്ടി. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി, അതിനെ വലുതാക്കിയതാണ്. അതായത് ഇവര് പ്രോപ്പർ പ്ലാനിങ് ചെയ്തിട്ട് ആദ്യം തന്നെ ഫുൾ റെഡി ആക്കിയിട്ടാണ് ഇതിനകത്തേക്ക് കയറിയത്. അപ്പം ആ ബാത്റൂമിലത്തെ ഒരു വാഷ് ബേസിൻ ഏരിയ ഫുൾ കളഞ്ഞിട്ട് ഇതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലവും കിട്ടി. അപ്പം അതൊരു ഭയങ്കര വൈസ് ഡിസിഷൻ ആയിരുന്നു. ഇനി നമുക്ക് നേരെ പോകേണ്ടത് ഇങ്ങോട്ടാ, മാസ്റ്റർ ബെഡ്റൂം കണ്ടാലോ? അപ്പോൾ മെയിൻ ബെഡ്റൂമിൽ ആസ് യൂഷ്വൽ എല്ലാ വീട്ടിലുള്ള പോലെ ഒരു കട്ടിലുണ്ട്, ബെഡുണ്ട്, ലൈറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, AC വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇൻബിൽറ്റ് വാർഡ്രോബ് ഉണ്ട്. പിന്നെ എന്താ ഇവിടെ ഉള്ളത്? ഇവര് ചെയ്ത വേറൊരു നല്ല കാര്യം എന്താ അറിയോ, ഇവിടുത്തെ ബാത്റൂം ഡോർ കൊള്ളേ ഇല്ല. ഞങ്ങളത് മാറ്റി. കാരണം ഇവിടുത്തെ നമ്മൾ വന്നപ്പോഴും ഇതിന്റെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളത് എന്തായാലും മാറ്റണം എന്ന് വിചാരിച്ചിട്ട് മാറ്റിയത്. നല്ല ക്ലാസ് ഒരു കളർ വെച്ചിട്ട് അവര് ഒരു നല്ല ബാത്റൂം ഡോർ ചെയ്തിട്ടുണ്ട്. ഈ മെയിൻ ഡോർ മാറ്റായിരുന്നു അല്ലേ? മെയിൻ ഡോറ് വഷളായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ സമയത്തുള്ള ബഡ്ജറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോ നമ്മളത് അതെ അതെ. അപ്പൊ മാസ്റ്റർ ബെഡ്റൂമിൽ ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഇവിടെ മെയിൻ ബെഡ്റൂം വരുന്നത്. ആക്ച്വലി എനിക്ക് മാസ്റ്റർ ബെഡ്റൂമിനെക്കാളും ഇഷ്ടം ഇവിടുത്തെ ഈ ഒരു ഗസ്റ്റ് ബെഡ്റൂം ആണ്. അതെ, ഞങ്ങൾക്കും അതെ. കാരണം എന്ന് വെച്ചാല് പിന്നെ കുറച്ചും കൂടി നമുക്ക് ലൈറ്റ്സ് കൊടുത്തപ്പോ കുറച്ചുകൂടി ഭംഗിയായി വന്നത്. എല്ലാ ലൈറ്റ് ഇടാത്ത ഈ 2 പിശുക്ക. ഇല്ലല്ലോ, ഇത് കത്തിയില്ല. എന്താ ഇത് കത്താത്ത? കത്ത് സ്വിച്ച് മറന്നുപോയിന്നൊക്കെ. അതെ, ഇതില് ഞങ്ങൾ അങ്ങനെ ക്ലീൻ ചെയ്ത് ഇടാറാ പതിവ്. ഇവിടെ ഞങ്ങൾ വന്ന് കിടക്കാറൊന്നുമില്ല. ഇത് പ്യുവർലി ഫോർ ഗസ്റ്റ്. ഞാൻ ഇതുവരെ ഇവിടെ ഉറങ്ങിയിട്ടില്ല അല്ലേ? തൊട്ടപ്പുറത്തെ എന്റെ ഫ്ലാന്ന് ഞങ്ങൾ അവിടെ പോയി ഇറങ്ങുന്നതല്ലാണ്ട് അല്ലേ? ഉറങ്ങാൻ ചേച്ചിയുടെ ബെഡ് വേണം. ഷീസ് അല്ല ഭയങ്കര ഇഷ്ടമല്ലേ? അതെ അതെ അതെ, സ്വന്തം ബെഡിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ സ്വന്തം ബെഡ് സ്വന്തം റൂം എന്നൊക്കെ. അപ്പൊ ഗൈസ്, ഇവിടെയും ഒരു ഇൻബിൽട്ട് ആയിട്ട് ഒരു കബേർഡ് ഉണ്ട്. ഇപ്പൊ വലുതാകുമ്പോ ആമിയുടെ റൂം ആയിരിക്കുമല്ലോ. അതെ അതെ അതെ, ഒബിയസ്ലി. പിന്നെ ആമിക്ക് ചെറിയൊരു സെറ്റപ്പ് ചെയ്യണമെന്നുണ്ട്. വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. അവക്കുമായിട്ട് ഒരു കുഞ്ഞു ബെഡും ഒരു ടേബിളും അങ്ങനെ ഏതെങ്കിലും ഒരു റൂമില് നോക്കാം. കുറച്ച് സ്റ്റേഴ്സ് കയറി കിടക്കുന്ന മാതിരി ഒക്കെ ഇല്ലേ?
പിൻട്രസ്റ്റ് ലോഡിങ്. പിന്നെ എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് നമ്മുടെ ഫ്ലാറ്റ് പോലെ തന്നെ. ഇവിടെ വരെ ബാത്റൂം വരുന്നത് ഈ ഒരു സൈഡിലാണ്. എനിക്ക് ഈ ബെഡ്ഷീറ്റ്സിന്റെ ഒക്കെ കളർ ഭയങ്കര ഇഷ്ടം. അതിനും കാരണം ചേച്ചി തന്നെയാണ്. ഈ ബെഡ്ഷീറ്റ് ഞങ്ങൾ വാങ്ങിയത് റൂട്ട് കർട്ടൻസ് അല്ല എന്താണ് റൂട്ട്സ് കർട്ടൺ അല്ലേ, ആ ഒരു പേരുള്ള കടയിൽ ഞങ്ങൾ പോയി. അതെ അതെ ഉഷാറാണ് കേട്ടോ. അവര് ഭയങ്കര കസ്റ്റമൈസ് ചെയ്ത് തരും. പിന്നെ അത്ര കത്തിയല്ല. അതെ, നമുക്കിത് കാണുമ്പോൾ ഭയങ്കര എലഗന്റ് ആയിട്ട് ഭയങ്കര റിച്ച് ആയിട്ട് തോന്നും. പക്ഷെ നമുക്ക് കൊള്ളാം. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വരുമ്പോ വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സുഖമാണ്. ഈ പ്ലാന്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണോ? ആഴ്ചയിൽ 2 വട്ടം വെള്ളമൊഴിച്ചാൽ മതിയാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇവർ ഈ ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഇവർ കസ്റ്റമൈസ് ചെയ്താണ് കംപ്ലീറ്റ് ടൈലൊക്കെ കളഞ്ഞിട്ട്. കാരണം എനിക്കറിയാം നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ബാത്റൂംസ് ഇങ്ങനെയല്ല. ഞങ്ങൾ പിന്നെ അന്ന് ആ പണിക്കൊന്നും നിന്നില്ല. ബട്ട് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഹോട്ടൽ റൂമിലൊക്കെ ചെയ്യുന്ന പോലെ അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു റൂം കൂടെ കണ്ടാലോ? ഇവിടെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് ഗൈസ്. 3 ബെഡ്റൂമിൽ 2 കണ്ടല്ലോ. ദിസ് ഇസ് ദ 3rd ബെഡ്റൂം. ഗൈസ്, അപ്പൊ ഇതാണ് ഇവിടുത്തെ ഇവരുടെ വർക്ക് റൂം. ഇതൊരു ബെഡ്റൂം ആണ് ആക്ച്വലി. അപ്പൊ ഇത് ഇവര് കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും വർക്ക് ഫ്രം ഹോമും കൂടെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് നൈറ്റ് ആണ് വർക്ക്. അപ്പൊ സുഖമായിട്ട് ഇവിടെ കണ്ടോ ഒരു ഓഫീസ് സെറ്റപ്പ്, കംപ്ലീറ്റ് ഓഫീസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടോ എന്ത് ബുദ്ധിയാണ് അവർക്ക്, കാഞ്ഞ ബുദ്ധി. സംഭവം നമുക്കിത് വർക്ക്ഔട്ട് ആവാൻ കാരണമുണ്ട്. ഈ സ്പേസ് കണ്ടോ, ഈ ബ്ലാങ്ക് സ്പേസ് ശരിക്കും വാർഡ്രോബിനുള്ളതായിരുന്നു. അത് അവരെന്തോ കാരണത്താല് സ്പേസ് ഉണ്ടല്ലേ? ഞാന് അപ്പൊ അത് ഞങ്ങളുടെ കൂടെ കയ്യിലുണ്ടായ ടേബിൾ തന്നെയാണ്. അപ്പൊ ഞങ്ങള് അതിന്റെ അകത്തേക്ക് നമ്മുടെ സിസ്റ്റം കാര്യങ്ങളെല്ലാം കയറ്റി അങ്ങ് വെച്ചെടുത്തു. ആ സ്പേസ് അങ്ങനെ യൂട്ടിലൈസ് ചെയ്തു. അപ്പം അച്ചുമോൻ ജോലി ചെയ്യുന്നത് പിന്നെ ഇവിടെ പോയി ഇരിപ്പാണ്. പിന്നെ നോക്കണ്ട. അതെ അതെ, നമ്മളിങ്ങനെ ഒന്ന് തോണ്ടണം, അച്ചോടാ ഒന്ന് വരുവാടാ. ഇതും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ്. പിന്നെ അത്യാവശ്യം ഗസ്റ്റ് ഒക്കെ കൂടുതലുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നിലത്തിടിച്ച് കിടന്നോളണം ഗൈസ്. ഓക്കെ മൈ ഡിയേഴ്സ്, അപ്പൊ ഇതാണ് ഇവിടുത്തെ മനോഹരമായ 3 BHK അപ്പാർട്ട്മെന്റിന്റെ ഒരു അപ്പാർട്ട്മെന്റ് ടൂർ. എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം നമ്മളുടെ ഫ്ലാറ്റ്. ഇവര് കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം എന്തായാലും മക്കളെ സൂപ്പർ, നല്ല കിടുക്കൻ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ രണ്ടാളും. ഐ ആം സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു. ഇതിലെന്തൊക്കെയോ വരാനുണ്ട് എനിക്കറിയാം. കുറെ ചെടികളും അങ്ങനെ ആരൊക്കെ വരാനുണ്ട്. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയുടെ അടുത്ത് കമന്റ് ബോക്സിൽ പറയാ. ഞാൻ കഴിയുന്ന പോലെ ഞാനത് ചെയ്യാൻ ശ്രമിക്കും. കുട്ടി വളരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുമ്പോ ഷോ ഈ കുട്ടി എന്തൊരു പാവാണെന്നൊക്കെ. നിങ്ങൾക്ക് എവിടെ പറ്റി അറിയാൻ പാടില്ല. സത്യത്തിൽ ഞാൻ എന്തേ പാവാണ്. ഇവക്കൊരു ഇൻസ്റ്റഗ്രാം ഉണ്ട് ഗൈസ്, നമിത അച്ചൂസ് നമി. അയ്യോ, ആ പേര് വൈറലായിട്ട് ഒരു 1 million വ്യൂ പ്ലസ് ഒക്കെ ആയിട്ടുണ്ട്. കാരണം ഭയങ്കര കിടുക്കനായിട്ട് ഇവിടെ കോമഡി ചെയ്യും. അപ്പൊ ഒരാൾക്ക് കോമഡി ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അവര് ഭയങ്കര കിടുക്കനായിരിക്കും. അപ്പൊ എന്തായാലും ആള് നമ്മുടെ കൂട്ടത്തില് ഒരുമിച്ചൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ അടിപൊളിയാണ്. ചേച്ചിയുടെ വ്ളോഗിന് ഒരു പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പൊ ഞാൻ വായിട്ട് അരച്ചത് വൃത്തിയാക്കുന്നുണ്ട്. ചേച്ചി വ്ളോഗില് ഭയങ്കര ഡീസന്റ് ആണ് എന്നൊക്കെ. ഞാൻ കറക്റ്റ് കമ്പനി കിട്ടാത്തോണ്ടായിരിക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ ഒറ്റയ്ക്ക് വ്ളോഗ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ ഞാൻ പൊളിച്ചേനത്. അപ്പൊ എന്തായാലും ഇപ്പൊ അച്ചു വരാറായിട്ടുണ്ട് ഓഫീസിൽ നിന്ന്. അപ്പൊ അവനെ ഞാൻ കാണിച്ചില്ല. വേണമെങ്കിൽ അവനൊരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ഇതാണ് വീടിന്റെ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ, അവൻ +2 പഠിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടാലോ. ഇപ്പോഴപ്പോഴും നമ്മൾ വലിയ മാറ്റമൊന്നും അച്ചു ഈ വീടിന്റെ ഐശ്വര്യം. ഇപ്പഴും മറ്റേ യൂണിഫോം ഒക്കെ ഇട്ട് കൊടുത്ത് ബാഗ് എടുത്ത് കൊടുത്ത ആൾ അതുപോലെ ഉണ്ടാവും. ശരിയല്ലേ, ഒരു മാറ്റമില്ല. എനിവേസ് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ ബ്രദർ ഇവിടെ തന്നെ വന്നിട്ട് സെറ്റിലായതിന്. പിന്നെ അവൻ എപ്പോഴും പറയും, എന്താണെന്നറിയില്ല, നിങ്ങൾ എവിടെ പോയാലും അവിടെ ഞാനും ഉണ്ടാവുന്നുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പറയും, പണ്ടേ അങ്ങനെയാണ്. ഞാൻ അംഗൻവാടിയിൽ പഠിക്കുന്ന സമയത്ത് ഇവൻ അവിടെ ജൂനിയറായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ 1ാം ക്ലാസ്സിൽ, ഞാൻ ഒരു സ്കൂളിൽ ചേർന്നു 1ാം ക്ലാസ്സിൽ. ഒരു കൊല്ലം കഴിയുമ്പോൾ അങ്ങോട്ട് വന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്നൊക്കെ മാറി +2 വേറെ ദൂരെയുള്ള ഒരു സ്കൂളിൽ പോയി ഗൈസ്. ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ സാധനം അവിടെ എൻ്റെ ജൂനിയറായിട്ട് അവിടെ എത്തി. പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ, സ്കൂളൊക്കെ വിട്ടിട്ട് +2 പഠിക്കുമ്പം ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൂടെ അടിപ്പാടിയിട്ടൊക്കെ സ്കൂൾ ബസ് കയറാൻ പോകുമ്പോൾ ഒരാളുണ്ടാവും പാവം ബാഗ് ഇട്ടിട്ട് എൻ്റെ പിന്നിൽ ഇങ്ങനെ വരുന്നത്. എന്നിട്ട് എന്തിനാണെന്ന് അറിയാൻ ഇത്ര സ്നേഹത്തിലൊക്കെ എൻ്റെ കൂടെ വരുന്നത്. കാരണം ഞങ്ങൾ കാഞ്ഞങ്ങാട് ടൗണിൽ ബസ് ഇറങ്ങി അവിടെ ഒരു ഐസ്ക്രീം പാർലറൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ഞാൻ അന്ന് ആങ്കറിങ് ചെയ്യുമായിരുന്നു സിറ്റി ചാനൽ. അത്യാവശ്യം ദുഡ് എൻ്റെ കയ്യിലുണ്ടാവും. ഒരു 100 രൂപ 150 രൂപ അന്നേ റിച്ചാണ് കയ്യിൽ. അതപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആഴ്ചയില് ഒരു ലൈവ് ഫോണിൻ പ്രോഗ്രാം ഒക്കെ ചാനലിൽ ചെയ്താല് കൈസ് കുട്ടി അപ്പോഴേ സമ്പാദിക്കുമായിരുന്നു. പക്ഷേ
ഇവൻ എന്റെ പിന്നാലെ ഇരുന്ന് കാഞ്ഞങ്ങാട് എത്തുമ്പോൾ സ്കൂൾ ബസ് ഇറങ്ങിയാൽ കുക്കിച്ച് ഐസ്ക്രീം കഴിക്കാൻ പോവാന്ന്. എന്നിട്ട് അന്ന് തൊട്ട് ഇവൻ എന്നെ ഓസാൻ തുടങ്ങിയതാണ്. പക്ഷെ എന്താണെന്നറിയോ, ഇത്രയും കസിൻസ് എനിക്കുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ചക്കരയാണ് അവൻ. എൻ്റെ ചങ്കാണ് നീ ചങ്ക്. ഒരു പാതിരാത്രിയുടെ ഉറക്കം സ്പോയിൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യനാണ്. വിളിച്ച ഓടിപ്പാഞ്ഞങ്ങ് പോകും. അതെ, അവൻ എപ്പോഴും പറയും, ഇവളും പറയും കേട്ടോ, ഉറക്കത്തോടെ എവിടെയോ ഒരു എക്സ്ട്രാ സ്നേഹം ഉണ്ട് എന്നുള്ളത്. അത് വിസിബിൾ ആണ്. ഉറക്കം ആരും നഷ്ടപ്പെടുത്തില്ലല്ലോ. ഇവൻ അങ്ങനെ അച്ചോടിന് ഇഷ്ടമല്ല ഉറക്കം കളഞ്ഞിട്ട് അങ്ങനെ പോകുന്നു. പക്ഷെ ഇവൻ ഇപ്പൊ ഗോപു വിളിച്ചാലും ചേച്ചി വിളിച്ചാലും ഉറക്കൊന്നും ഒരു പ്രശ്നമല്ല. എന്നുള്ളത് വേറൊരു ഫീലാണ് കേട്ടോ. അത് ഈ ചില ആൾക്കാരെ പെരുമാറുമ്പോ, ചില ആൾക്കാരെ കാണുമ്പോ മാത്രം നമുക്ക് കിട്ടുന്നൊരു അധികാരം ഉണ്ടല്ലോ. എടാ ചെയ്യടാ എന്ന് പറയുന്നൊരു. ഇനിയിപ്പോ വില്ല എടുക്കുമ്പോ അതാ ടെൻഷൻ. ഇപ്പൊ ഞങ്ങളും പുറകെ പോണ്ടി വരും അറിയത്തില്ല. എന്നോട് ഞാൻ പറഞ്ഞതിന്റെ ഇടയിൽ അച്ഛനോട്, അച്ഛനാ നമുക്ക് ഒരു വില്ലയൊക്കെ നോക്കണം, നീ ഒന്ന് കുറച്ച് നല്ല സാധനങ്ങളൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യണം കേട്ടോ, ഞാനും പോകുമ്പോൾ ഒന്ന് ആലോചിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ എന്നോട് പറയണേ, എന്റെ കുക്കിച്ച് ഞാനും ഇവിടെ സെറ്റിലായിട്ട് ഒരു കൊല്ലമായിട്ടില്ല, ഇനി ഞാൻ ഇതും കുട്ടിപ്പറയ്ക്ക് നിങ്ങളുടെ പിന്നാലെ അങ്ങോട്ടും വരേണ്ടി വരും, ഇനി ഞാൻ മാറണമെന്ന്. അപ്പം ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, ഞാൻ ഇങ്ങോട്ട് പോയാലും ഇനിയും ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. എവിടെ പോയാലും നിങ്ങളും തൊട്ടപ്പുറത്ത് നിങ്ങളും ഉണ്ടാവട്ടെ. ഞാനും അതിന്റെ ഒരു പാർട്ടായി എന്നുള്ളതാണ്. അതന്നെയാണ് ചങ്കാണത്, ചങ്ക്. ഓക്കെ മുത്തേ, അപ്പം അവിടെ ആണല്ലോ. അപ്പൊ നമുക്ക് വേണ്ടി പോയാ. അതെ അതെ. നിനക്ക് ബോറടിച്ചോ? ഇല്ല, നല്ലതായി. ഞാൻ എന്റെ വീട് എനിക്ക് ഇങ്ങനെ ആരും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഒരു കണക്കിന് നല്ലതായി. അതെ, നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ, നമ്മയുടെ അച്ഛൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ പറയേ. പിന്നെ ഒരു നല്ല ബിരിയാണി റെസിപ്പി ഒക്കെ പറഞ്ഞു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കിച്ചൺ. നമുക്ക് അതൊക്കെ ഷൂട്ട് ചെയ്യാം. അത് ഇവർക്കൊന്നും എന്നെക്കാളും നന്നായിട്ട് അറിയണ്ടാവും. നമ്മള് വെറുതെ ഒന്നിച്ചു കൂടുമ്പോ ആക്കാന്ന് പറഞ്ഞതാ. അയ്യോ, അതിന് ഇത്രയും ഹൈപ്പ് കൊടുക്കല്ലേ ചേച്ചി. പാട്ടൊക്കെ പാടും, ബിരിയാണി വ്ളോഗിൽ ഞാൻ പാട്ട് പഠിക്കാൻ. ഓക്കെ ഓക്കെ, അന്ന് ഞാൻ നന്നായിട്ട് പാടാം. എനിക്ക് നല്ല തുമ്മലോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് പഠിക്കാം. Take care. Bye-bye. Marathon, KG, saxophone. We'll order in a bunch of food. I'll put your favorite